എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അഫ്ഗാനിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ആമിർ ഖാൻ മുത്താക്കി 8 ദിവസത്തെ സന്ദർശനത്തിനാണ് ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വലിയൊരു വാർത്തയായിരുന്നു. നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഈ ആമിർ ഖാൻ മുത്താക്കിക്ക് ഒരു ആംബുലൻസിൻ്റെ കീ ഇങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അതായത് നമ്മുടെ പുതിയ കാറൊക്കെ ഡെലിവറി ഇല്ലേ, അപ്പോൾ ഡെലിവറി ചെയ്യുമ്പോൾ ഡെലിവറി മാനൊക്കെ ഏജൻറ്റൊക്കെ വന്നിട്ട് നമുക്ക് വലിയ കീ ഒക്കെ തരില്ലേ, അതുമാതിരി ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 20ഓളം ആദ്യം പുറത്തു വന്ന വാർത്ത ഏകദേശം 5 ആംബുലൻസാണ് കൊടുത്തതെന്നല്ലേ. പിന്നീട് പുറത്തു വന്ന ഏകദേശം 20ഓളം ആംബുലൻസ് ഈ അഫ്ഗാനിസ്ഥാനിൽ കൊടുത്തു. അവിടുത്തെ ഹെൽത്ത് കെയറും ഇതുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ ഒന്ന് റിജുവിനേറ്റ് ചെയ്യാനും അവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ആംബുലൻസ് ഒക്കെ കൊടുത്തത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു ഡെലിഗേറ്റ് വന്നു കഴിഞ്ഞാൽ വലിയ വലിയ കരാറുകളാണ് സൈൻ ചെയ്യുക. അതായത് അപ്പോൾ തന്നെ എല്ലാ സാധനം എടുത്തിട്ട് പോകുന്ന അങ്ങനെ ഒരു പരിപാടി ഇല്ല. ശരിക്കും വളരെ കുറവാണ്, ഉണ്ടായിട്ടുണ്ടാവാം, വളരെ കുറവാണ്. അതായത് എന്തെങ്കിലും കരാറിൽ ഏർപ്പെടുക. അതായത് ഇനി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദേശം 100-120 ആംബുലൻസ് സപ്ലൈ ചെയ്യുന്നു, അവിടുത്തെ ഈ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോജക്റ്റുകൾ സൈൻ ചെയ്യുന്നു, ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളാണ് സൈൻ ചെയ്യുക. അല്ലാണ്ട് ഇങ്ങനെ ഒരു സാധനം എടുത്തുകൊണ്ട് പോകുന്ന ഒരു പരിപാടി വളരെ വളരെ ചുരുക്കം തന്നെ. അതായത് എൻ്റെ അറിവിലില്ല കേട്ടോ, ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ എന്തായിരിക്കാം ഇങ്ങനെ ആംബുലൻസ് ആയിട്ട് ഈ അതായത് ഒരു വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നിട്ട്, അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നിട്ട് ഏകദേശം 20ഓളം ആംബുലൻസ് ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൽ തന്നെ എന്തോ ഒരു മിസ്മാച്ച്, ഒരു പന്തികേട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്നാൽ നിങ്ങളുടെ സംശയം ശരിയാണ്. അതിന് പിന്നിൽ ഇന്ത്യയുടെ വലിയ കളികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ വെച്ചിട്ട് ശരിക്കും പാകിസ്ഥാൻ്റെ പരിപ്പളക്കാൻ തന്നെയാണ് തീരുമാനം. നമുക്ക് കണ്ടില്ലേ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ TTP, അതായത് തെഹ്രീക്ക് താലിബാൻ, അതായത് താലിബാൻ്റെ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന മൊഡ്യൂളാണ് TTP. അപ്പോൾ TTPക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാകിസ്ഥാനിലെ സ്ഥലത്ത് തന്നെ ബോംബിട്ടു. ഏകദേശം ട്രൈബൽസ് ഒക്കെ താമസിക്കുന്ന ഏരിയയിൽ നമ്മുടെ POKയുമായി ബന്ധപ്പെട്ട് ഏകദേശം 20-25ഓളം ട്രൈബൽസ് അവിടെ കൊല്ലപ്പെട്ടു, മുസ്ലിം ട്രൈബൽസ് അവിടെ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ അവർ പറയുന്ന ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെഹ്രീക്ക് താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്നതിനെ കൊണ്ട് വല്ലാത്ത ശല്യമായി. അവിടെ പട്ടാളത്തിന് സേഫിലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പട്ടാളക്കാരെ പിടിച്ച് കൊല്ലുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ ജനതയെ തന്നെ പാകിസ്ഥാൻ ബോംബിട്ട് കൊന്നത്. അപ്പോൾ അതിനുശേഷം ഈ താലിബാൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഞങ്ങളെ ലക്ഷ്യം വെച്ചത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങൾ ഇനി ശക്തമായി തിരിച്ചടിക്കും, അതായത് ഇതൊന്നും നോക്കിയിട്ട് നിങ്ങൾ പേടിച്ച് വീട്ടിലിരിക്കില്ല എന്നാണ് അന്ന് താലിബാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ താലിബാൻ്റെ ആ മറുപടിക്ക് ശേഷം പാകിസ്ഥാൻ വീണ്ടും കാബൂളിൽ കയറി, അതായത് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ കയറിയിട്ട് വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടു. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ TTPയുടെ നേതാവുണ്ട് നൂർവാലി അഹമ്മദ് എന്ന് പറഞ്ഞത്, പുള്ളിയെ തട്ടാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിട്ടത്. അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് കുറേ സൈനികരൊക്കെ കൊല്ലപ്പെട്ടു. ഏകദേശം 10-12ഓളം പേര് ആ പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ആക്രമണമൊക്കെ നടക്കുന്നത് ഈ താലിബാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ആമിർ ഖാൻ മുത്താക്കി ഇന്ത്യയിൽ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഇവരെപ്പോഴും ശ്രദ്ധിച്ചായിരുന്നു, അതായത് ഈ ആരെങ്കിലും ഇങ്ങനെ ഈ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനൊക്കെ ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യുമ്പോൾ ആമിർ ഖാൻ മുത്താക്കി ഇന്ത്യയിൽ വരുന്നു, ആ സമയം നോക്കിയിട്ടാണ് ഇവർ കയറി അഫ്ഗാനിസ്ഥാനിൽ അടിക്കുന്നു. ഇതേമാതിരി മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിൽ പോയ സമയത്താണ് നമ്മുടെ പെഹൽഗാമിൽ കയറിയിട്ട് ഇവന്മാരെ അടിച്ചത്. അപ്പോൾ ഇവന്മാരുടെ സ്ട്രാറ്റജി തന്നെയാണ്. അപ്പോൾ അമേരിക്കയുടെയും തുർക്കിയുടെയൊക്കെ നല്ല രീതിയിൽ പിന്തുണ അവിടെയുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഇന്ത്യ ഈ താലിബാൻ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ പാകിസ്ഥാനെ ചിഹ്ന ഭിന്നമാക്കാൻ പോകുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ താലിബാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വലിയ രീതിയിലുള്ള ആയുധശക്തികളോ ആൾബലങ്ങളോ ഒന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ അടുത്ത കാലത്താണ് അമേരിക്ക അവിടെ വിട്ടുപോയിട്ട് അതിനുശേഷമാണ് ഈ താലിബാൻ അധികാരത്തിൽ വരുന്നത്. ഇപ്പോൾ താലിബാൻ വന്നതിന് ശേഷം ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ, സുഡാബി മാധ്യമങ്ങളൊക്കെ പറഞ്ഞ വിസ്മയമാണ്, ഇനി ഞങ്ങൾ ഒരുമിച്ച് ഭരിക്കുന്നൊക്കെ പാകിസ്ഥാൻ്റെ ISIയുടെ ഒക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതിനുശേഷം അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഇപ്പം ഇത്ര നാളും വിസ്മയമായ താലിബാനെ ഇവിടുത്തെ സുഡാപ്പികളൊക്കെ ഇവിടെ വന്നപ്പോൾ അത് വിസ്മയമൊക്കെ മാറി, എന്താ പറയുക, അവർ തീവ്രവാദികളായി മാറി. അതായത് താലിബാനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്റ്റെപ്പാണെന്നുള്ള രീതിയിലാണ് സുഡാപ്പി മാധ്യമങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഉപയോഗിച്ചിട്ട് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും യൂട്ടിലൈസ് ചെയ്തിട്ട് ഇന്ത്യ പാകിസ്ഥാനെ ശരിക്കും തകർക്കാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 20 ആംബുലൻസ് കൊടുത്തില്ലേ, ഈ 20 ആംബുലൻസ് കൊടുക്കുമ്പോൾ അതിൽ മുഴുവൻ മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത വൻകിട, അതായത് അതിമാരകമായ ആയുധങ്ങളാണ് കൊണ്ടുപോയത് എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. അതായത് ഈ 20 ആംബുലൻസ് നമുക്ക് റോഡ് മാർഗം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് ഈ 20 ആംബുലൻസ് കൊണ്ടുപോകാൻ വന്ന ഒരു വലിയൊരു എയർ കാർഗോ ഉണ്ട്. അത് റഷ്യയുടെയാണ് കേട്ടോ. അതും പറഞ്ഞുതരാം എന്തുകൊണ്ട് റഷ്യയുടെ ആ ഒരു എയർ കാർഗോ ഇവിടെ വന്നു. അതിൻ്റെ പേര് ആൻറ്റനോവ് AN-225 എന്നാണ് അതിൻ്റെ പേര്. അതായത് റഷ്യക്ക് ഇങ്ങനത്തെ 2-3 സംഭവങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഈ ഉക്രൈൻ ആ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് ഉക്രൈനിൽ നിന്ന് അടിച്ചിട്ടിരുന്നു. വലിയ എത്രയോ ടൺ എന്താ പറയേണ്ട ഈ ഭാരം വഹിക്കാൻ കെൽപ്പുള്ള ഒരു സാധനമാണ് ഈ ആൻറ്റനോവ് AN-225 എന്ന് പറയുന്ന ഈ എയർ കാർഗോ. നമുക്കറിയാം ഈ ആമിർ ഖാൻ മുത്താക്കി ഇന്ത്യയിലോട്ട് വരുന്നതിന് മുന്നേ തന്നെ റഷ്യയിലേക്ക് പോയിരുന്നു. റഷ്യയിൽ പുടിനൊക്കെ സംസാരിച്ചു, അവിടെ ഫോറിൻ മിനിസ്റ്ററൊക്കെ സംസാരിച്ചു, അവിടെ എന്തൊക്കെയോ ഡീൽ ഉറപ്പിച്ചതിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്ത്യയായിട്ടും പല കാര്യങ്ങളൊക്കെ സംസാരിച്ച്
എല്ലാം സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വേറെ കളിയുണ്ട്. അതായത് നമ്മൾ തുർക്ക്മെനിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക്, പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ്റെ ഒരു പദ്ധതി റഷ്യയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും എന്താ പറയുക, മുമ്പ് 91 ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ അത് വീണ്ടും പുനരുജ്ജീവിച്ചു. അപ്പോൾ റഷ്യയുടെ സഹായത്തോടു കൂടി താലിബാനെ സപ്പോർട്ട് ചെയ്യും. അതായത് പാകിസ്ഥാനിൽ വരുന്ന ആ പോർഷൻ താലിബാൻ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളൊരു വാക്ക് ആദ്യം റഷ്യക്കും കൊടുത്തു. നേരെ പുടിൻ പറഞ്ഞാൽ പോയിട്ട് ഇന്ത്യയുടെ നിന്ന് സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എല്ലാം അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റും കൂടി പാരലലി നടക്കുന്നുണ്ട് കേട്ടോ. അതൊരു സൈഡ്, അത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ട. പക്ഷേ പാകിസ്ഥാനെ തകർക്കുക എന്നാണ് അഫ്ഗാനിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 20 ആംബുലൻസ് എടുക്കാമെന്ന ആൻറ്റനോവ് AN-225 എന്ന റഷ്യൻ കാർഗോയിൽ ഫുൾ ആംബുലൻസ് മാത്രമല്ല അതിമാരകമായ ആയുധങ്ങളും ഉണ്ട്. അതായത് പാകിസ്ഥാനെ കയറി അടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാൻ കാബൂളിൽ അടിച്ചിട്ട് തിരിച്ച് താലിബാൻ അങ്ങോട്ട് അടിച്ചില്ലേ? അപ്പോൾ അങ്ങോട്ട് അടിച്ചപ്പോൾ വലിയ രീതിയിലുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചിട്ടാണ് അടിച്ചത്, ഈ മിസൈൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവന്മാരൊക്കെ ചെട്ടിപ്പോയി. അതായത് ആരാണ് ആയുധങ്ങൾ കൊടുക്കുന്നത്? അമേരിക്ക കൊടുക്കില്ല, ചൈന കൊടുക്കില്ല, അങ്ങനെ ഒരു രാജ്യങ്ങളും ഈ താലിബാന് ആയുധം കൊടുക്കാറില്ല. അപ്പോൾ പാകിസ്ഥാൻ തന്നെ അറ്റാക്കിൻ്റെ ആ ഒരു മോഡ് ഓഫ് ഓപ്പറേണ്ടി കണ്ടിട്ട് അവന്മാരെന്നെ ഞെട്ടിപ്പോയി. ഇത് ഏത് തരത്തിലുള്ള ആക്രമണമാണ്? അതായത് ഇത് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു സ്റ്റൈൽ ഓഫ് അറ്റാക്ക് ആണല്ലോ എന്ന്. അതായത് ഓപ്പറേഷൻ സിന്ധൂരിൽ അവന്മാർ കണ്ടാണ് ഏത് രീതിയിലാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്തത്, അതേ രീതിയിലാണ് അവിടെയും കയറി അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഒന്നും നോക്കാനില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂട്ടി വായിക്കുകയാണെങ്കിൽ അവിടെ താലിബാന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ടെക്നിക്കൽ സപ്പോർട്ടും ആയുധങ്ങളും എല്ലാം സപ്ലൈ ചെയ്യുന്ന ഇന്ത്യയാണ്. ഇന്ത്യ ഏകദേശം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും 2000 കിലോമീറ്റർ ബോർഡർ ഷെയർ ചെയ്യുന്നതാണ്. ഇനിയിപ്പം നമ്മുടെ POKയിലൊക്കെ കയറിയിട്ട് എന്തെങ്കിലും ഇവന്മാർ കളിച്ചു കഴിഞ്ഞാൽ ഈ 2000 കിലോമീറ്റർ ബോർഡർ ഷെയർ അഫ്ഗാനിസ്ഥാനിൽ ബോർഡർ ചെയ്യുന്നില്ലേ, അവിടെ കയറി ഈ താലിബാൻ പലതും എന്തായാലും ചെയ്തിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് താലിബാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഇവിടെ വന്നിട്ട് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കഷൻ നടക്കുന്നത്. ഏകദേശം 8 ദിവസമാണ് ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും പാകിസ്ഥാൻ്റെ ഇനി അഫ്ഗാനിസ്ഥാൻ ആ ഒരു ബോർഡറിൽ ഇപ്പം വലിയ രീതിയിൽ കലാപം, ഇപ്പം പാകിസ്ഥാനിലെ വേറെ ടീം ഇറങ്ങിയിട്ട് വലിയ രീതിയിൽ കലാപം ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ പാകിസ്ഥാൻ ഇസ്രയേലിൽ അംഗീകരിക്കുന്ന ആ ഒരു ആക്ടിൽ ഉടമ്പടിയിൽ അവർ ഒപ്പുവെച്ചു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അതിനുശേഷം പാകിസ്ഥാനിൽ തന്നെ, അതായത് ഇസ്രയേൽ അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഷഹബാസ് ഷെരീഫിനെ ഒരു വശത്ത് ഈ TTP, ഒരു വശത്ത് താലിബാൻ, ഒരു വശത്ത് മറ്റേ ഈ ആഭ്യന്തര കലഹം എല്ലാം കൂടി പൊറുതി മുട്ടിയിരിക്കുകയാണ്. അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ തോന്നുന്നു വെറുതെ പെഹൽഗാമിലൊക്കെ കയറി വെറുതെ ഭീകരാക്രമണം നടത്തി ഇന്ത്യ, അതായത് ചുമ്മാ ഇരിക്കുന്ന ഇന്ത്യയിൽ മൂട്ടിൽ പോയി പുകച്ചിട്ട് ഇന്ത്യയെ ഇതാക്കിയ രീതിയിലാണ് അവർക്ക് ഇപ്പോൾ തോന്നുന്നത്. എന്തായാലും അമേരിക്കയുടെ സൈഡിൽ നിന്ന് അങ്ങനെ വേണ്ടപ്പെട്ട രീതിയിലുള്ള ഒരു സഹായ സഹകരണങ്ങളൊന്നും പാകിസ്ഥാന് കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെ ആവശ്യം പുള്ളിയുടെ ക്രിപ്റ്റോ കറൻസി ബിറ്റ്കോയിൻ അങ്ങനെയുള്ള ഇത് പാകിസ്ഥാനിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം, അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ഈ പാക് നാറ്റോ ഉണ്ടല്ലോ, അതായത് പാകിസ്ഥാനും സൗദി അറേബ്യ ഒപ്പുവെച്ച ആ ഒരു പാക്റ്റ് ഉണ്ടല്ലോ, അതൊക്കെയെന്ന് വെച്ചാൽ ഇവരാരെങ്കിലും കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സൗദി ഒന്ന് അറ്റാക്ക് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞത്. സൗദി എവിടെ പോയിരിക്കുകയാണ്? അഫ്ഗാനിസ്ഥാൻ കയറി അടിച്ചു. അഫ്ഗാനിസ്ഥാനെ അറ്റാക്ക് ചെയ്യുന്നൊക്കെ കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു. ഇവിടെ ഇന്നേ വരെ, അതായത് ഇന്നത്തെ ദിവസം വരെ ഒരു അറ്റാക്കും സൗദിയുടെ ഭാഗത്തുനിന്ന് അഫ്ഗാനിസ്ഥാനെതിരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവും ചെയ്യില്ല. അതായത് സൗദിക്കൊന്നും ഒരു ഡെഡിക്കേറ്റഡ് ആർമി ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അവന്മാർ ഈ പാകിസ്ഥാൻ്റെ കൂലിപ്പട്ടാളം ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവന്മാരുടെ കളി. അപ്പോൾ എന്തായാലും അഫ്ഗാനിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ ആമിർ ഖാൻ മുത്താക്കി ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യ നൽകിയ 20 ആംബുലൻസ്, ആ ആംബുലൻസ് മാത്രമല്ല, അത് കൂടെ പോകുമ്പോൾ, അത് പറന്ന് പൊങ്ങുമ്പോൾ അതിൻ്റെ കൂടെ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ഒരുപാട് ആയുധങ്ങൾ ഉണ്ട്. അതായത് ഇന്ത്യയുടെ ശത്രുവിൻ്റെ ശത്രുമിത്രം, ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക്കുള്ള മൂവ് തന്നെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് നമ്മൾ ആരൊക്കെ യൂട്ടിലൈസ് ചെയ്യും അതൊക്കെ ഇന്ത്യയും ചെയ്തിരിക്കും. ഇന്ത്യക്കെതിരെ ഇത്ര കാലം ഇങ്ങനെ ഞങ്ങൾ സഹിച്ചുകൊണ്ടിരുന്നു, ഇങ്ങനെ പുറത്തുകൊണ്ടിരുന്നു. ഇനി അത് പറ്റില്ല. ഇന്ത്യ ഇപ്പം വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതിപ്പം ഏഷ്യയിലെ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പം അമേരിക്ക പോലും വിരട്ടിയിട്ട് ഇന്ത്യ വഴങ്ങിയില്ല. മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. ഇപ്പം അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ ചിരി വരും. ആ ഒരു സെറ്റപ്പിലാണ് ഈ നരേന്ദ്രമോദി ഇന്ത്യ എത്തിച്ചിരിക്കുന്നത്. അതായത് അത്രക്കും പവർഫുൾ. അമേരിക്ക പറഞ്ഞാൽ പോലും താരിഫ് ഏർപ്പെടുത്തിയിട്ട് പോലും പോടാ പുല്ലേ എന്നുള്ള സെറ്റപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് അമേരിക്ക തന്നെ മനസ്സിലായി താരിഫ് ഏർപ്പെടുത്തിയ പോയി വലിയൊരു തെറ്റ് പറ്റിപ്പോയി. അത് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ഒരു അത്തരം മനോഭാവത്തോടു കൂടി പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന് അമേരിക്കൻ ബിസിനസ് എൻ്റർപ്രൈനേഴ്സൊക്കെ എല്ലാം പറയാൻ തുടങ്ങി. അവിടെ ആ അമേരിക്കൻ പൊളിറ്റിക്സിൽ തന്നെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഇന്ത്യ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ കളികളാണ്. ഇവിടെ മുമ്പ് വിസ്മയമാണെന്ന് പറഞ്ഞ താലിബാനൊക്കെ ഇവിടുത്തെ സുഡാപ്പികളൊക്കെ തള്ളിപ്പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് ഈ നരേന്ദ്രമോദിയുടെ ഒരു കഴിവ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്തിനാണ്? നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.